അധ്യായം 2. ഹലോ, നമസ്കാരം സാർ. VIP കസ്റ്റമർ കെയറിലേക്ക് സ്വാഗതം. മറുപുറത്ത് നിന്നും ഭവ്യതയോടെയുള്ള ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടതും ഋഷിൻ ഫോൺ ഇടത് ചെവിയിൽ നിന്നും വലത്തെ ചെവിയിലേക്ക് മാറ്റി. ഹലോ, ഞാൻ ഋഷിൻ പ്രതാപ്. ഋഷി സ്വയം പരിചയപ്പെടുത്തി. പറയൂ ഋഷി സാർ, ഞങ്ങളിൽ നിന്നും എന്ത് സേവനമാണ് താങ്കൾക്ക് വേണ്ടത്? ആ പെൺകുട്ടിയുടെ മധുരമുള്ള സ്വരം കേട്ട് ഋഷി ഒരു നിമിഷം അവരോട് ചോദിക്കേണ്ട കാര്യം ഓർത്തെടുത്തു. വേഗം ഋഷിൻ തന്റെ പേഴ്സ് എടുത്ത് അതിൽ നിന്നും ഒരു കറുത്ത കാർഡ് പുറത്തെടുത്തു. അതിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു. അവൻ ആ കാർഡ് അവസാനമായി കൈകൊണ്ട് തൊട്ടിട്ട് 2 വർഷത്തിലേറെയായി. തന്റെ ഭാര്യ ശ്രീലക്ഷ്മിക്ക് പോലും ഈ കാർഡിനെ കുറിച്ച് അറിയില്ലെന്ന് ഋഷിൻ ഓർത്തു. സർ. ഋഷിന്റെ ഭാഗത്ത് നിന്ന് മറുപടിയൊന്നും കേൾക്കാതെ വന്നതും ആ ശബ്ദം വീണ്ടും ഋഷിയുടെ കാതിലെത്തി. അത് ഞാൻ വിളിച്ചത് ഒരു കാര്യം അറിയാൻ. ഋഷി പെട്ടെന്ന് പറഞ്ഞു. പറഞ്ഞു സർ. ഹൗ കാൻ ഐ ഹെൽപ് യു? മറ്റൊന്നുമല്ല, എന്റെ ബാങ്ക് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് പറയാവോ? ഋഷിൻ ആവേശത്തോടെ ചോദിച്ചു. തീർച്ചയായും സർ. ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ. കസ്റ്റമർ സർവീസിലെ പെൺകുട്ടി മറുപടി പറഞ്ഞു. പിന്നെ കുറച്ചു നേരം നിശബ്ദമായി. ഓ നോ. മറുപടിക്കായി കാതോർത്ത് നിന്ന ഋഷിൻ ആ പെൺകുട്ടിയിൽ നിന്നും ആവേശത്തോടെയുള്ള ഉയർന്ന ശബ്ദം കേട്ട് നെറ്റി ചുളിച്ചു. പിന്നെ തന്നോടാവില്ലെന്ന തോന്നലിൽ ഋഷി അത് ശ്രദ്ധിക്കാതെ അവരുടെ മറുപടിക്കായി കാത്തുനിന്നു. സർ, are you there? അടുത്ത നിമിഷം അതേ ആശ്ചര്യഭാവത്തിൽ തന്നെ ആ പെൺകുട്ടി ചോദിച്ചു. ഞാൻ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. എത്ര ബാലൻസ്? ഋഷി ജിജ്ഞാസയോടെ ചോദിച്ചു. ഐ ആം റിയലി സോറി. ബട്ട് അറ്റ് ദി സെയിം ടൈം കൺഗ്രാറ്റുലേഷൻസ് സർ. അത്യധികം ആനന്ദവും ആരാധനയും നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞത് കേട്ട് ഋഷിയുടെ നെറ്റിയിൽ വരകൾ വീണു. എക്സ്ക്യൂസ് മീ, എനിക്ക് മനസ്സിലായില്ല. ഋഷിയുടെ ഒന്നും മനസ്സിലാവാത്ത പോലുള്ള ചോദ്യം കേട്ട് ആ പെൺകുട്ടി മറുപടി പറഞ്ഞു. സർ, സാറിന്റെ അക്കൗണ്ട് ബാലൻസ് ഞങ്ങളുടെ സ്ക്രീനിൽ ഒതുങ്ങുന്നതിലും വലിയ ഡിജിറ്റാണ്. ഇത് ആദ്യമായ ഇങ്ങനെ ഒരു ബാലൻസ് ഞാൻ കാണുന്ന പോലും. അതുകൊണ്ട് സംശയിക്കാതെ പറയാം, സാറായിരിക്കും ഇപ്പോൾ കേരളത്തിലെ കോടീശ്വരന്മാരിൽ ഒരാൾ. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് സർ. അത് കേട്ട് ഋഷി ഞെട്ടി നിന്നു. കേരളത്തിലെ എന്താണ്? കേട്ടത് വിശ്വസിക്കാനാവാതെ ഋഷി ചോദിച്ചു. ഓഫ് കോഴ്സ്, കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ സാറാണെന്ന്. വെയിറ്റ്, ഞാൻ സാറിന്റെ എക്സാക്ട് ബാലൻസ് കാണാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. ഓ നോ, ഇല്ല സർ. അതറിയാൻ നിങ്ങൾ ഞങ്ങളുടെ VIP ഓഫീസിൽ ആരെങ്കിലും നേരിട്ട് കാണണം. ഋഷിയെ പോലെ തന്നെ ആ സംഖ്യ അറിയാനുള്ള കൗതുകം ആ പെൺകുട്ടിയുടെ ശബ്ദത്തിലും ഉണ്ടായിരുന്നു. അതറിയാൻ കഴിയാത്തതിന്റെ നിരാശയും അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ കോടീശ്വരൻ എന്നും കമ്പ്യൂട്ടറിൽ ഒതുങ്ങാത്ത ഡിജിറ്റെന്ന് മാത്രം ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന ഋഷി സന്തോഷം കൊണ്ട് അവിടെ കിടന്ന് തുള്ളിച്ചാടി. തന്റെ പേഴ്സിൽ ശ്രീലക്ഷ്മി പോലും അറിയാതെ താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ കറുത്ത VIP പ്രീമിയം കാർഡും കയ്യിലെടുത്തോട് അവൻ സ്വയം മറന്ന് അങ്ങനെ സന്തോഷിച്ചു നിന്നു. ശ്രീ, നിന്റെ ഹസ്ബൻഡ് എന്താ വല്ല വട്ടുണ്ടോ? ബാലൻസ് ഒന്നും ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് അന്വേഷിച്ചറിഞ്ഞ് ഇങ്ങനെയൊക്കെ കോർപ്പറേറ്റ് കാണിക്കുന്നത്? കിച്ചണിൽ പോയി ഫ്രിഡ്ജിൽ നിന്നും വെള്ളവും എടുത്ത് വരുന്ന വഴിക്ക് ഋഷിയുടെ പ്രകടനങ്ങളും പിന്നെ സംസാരത്തിൽ എന്തൊക്കെയോ ഭാവങ്ങളും മാത്രം കേട്ട മീനാക്ഷി ഉറക്കെ പുച്ഛത്തോടെ ചോദിച്ചു. അപ്പോൾ ഋഷിൻ പെട്ടെന്ന് ബോധം വന്ന പോലെ തുള്ളിച്ചാട്ടം നിർത്തി ഡോറിനിടയിലൂടെ ശ്രീലക്ഷ്മി നോക്കി. ആകെ ഒന്നിനും വയ്യാതെ തളർന്നിരുന്ന ശ്രീലക്ഷ്മി അരിശത്തിൽ ഋഷിയെ നോക്കി ഹോളിലെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ശ്രീലു, ഡേ, ഇനി താൻ തന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളെ നടക്കണ്ട. അതോർത്ത് ടെൻഷൻ അടിക്കാൻ വേണ്ട. തനിക്ക് വേണ്ടി തന്റെ കമ്പനിയിലേക്ക് ആ പണം ഞാൻ തരാം. ഋഷിൻ ആത്മവിശ്വാസത്തോടെ ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു നിർത്തിയതും കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം അതുപോലെ തന്നെ പുറത്തേക്ക് തുപ്പിയിരുന്നു മീനാക്ഷി. എന്തോന്ന്? 4 കോടി താൻ മുടക്കുന്നു? ഋഷി, ആര് കിടി? ഋഷിയെ നോക്കി ആശ്ചര്യമോ പുച്ഛമോ നിറഞ്ഞ ഒരു ഭാവത്തിൽ മീനാക്ഷി ചോദിച്ചത് കേട്ട് ഋഷി പുരികം പൊക്കി അവളെ നോക്കി. ഇതിലെന്താ ഞാൻ തമാശ പറയുന്നത്? എന്റെ വൈഫിന് ഇതുപോലെ ഒരു പ്രശ്നം വന്നാൽ ഞാനല്ലേ അവളെ സഹായിക്കുന്നത്. ഋഷി മീനാക്ഷിയോട് പറഞ്ഞത് കേട്ട് അവളൊന്ന് പൊട്ടിച്ചിരിച്ചു. വൈ ആർ യു ലോഫിംഗ് ലൈക്ക് ദാറ്റ്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഋഷി മീനാക്ഷിയുടെ ചിരി കണ്ട് കാര്യം മനസ്സിലാവാതെ ചോദിച്ചു. ഇല്ലില്ല, പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് തന്നെ പോലെ ഇങ്ങനെ വീട്ടിൽ ചുമ്മാതിരിക്കുന്ന ഭർത്താക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഋഷി. 4 കോടിയാണ്, അല്ലാതെ 4 രൂപയല്ല. മീനാക്ഷി എന്തോ വലിയ സംഭവം പോലെ പറഞ്ഞ് ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് നടന്നു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇപ്പോൾ എന്റെ ഭാര്യ ഫിനാൻഷ്യലി എത്ര വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പാകത്തിനുള്ള ആസ്തിയൊക്കെ എനിക്കുണ്ട്. മീനാക്ഷി നോക്കി തന്റെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ട് ഋഷി പറഞ്ഞു. ഒന്ന് പോയ ഋഷി, തന്റെ ഈ ഊള കോമഡി കേട്ട് നിൽക്കാൻ ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു മൂടില്ല, അല്ലേ ശ്രീലക്ഷ്മി? പിന്നെ ശ്രീ, ഈ ഋഷി എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ശ്രീലക്ഷ്മിക്ക് അടുത്ത് പോയിരുന്ന മീനാക്ഷി പറഞ്ഞു തുടങ്ങിയതും ക്ഷമ നശിച്ചെന്ന പോലെ ശ്രീലക്ഷ്മി പെട്ടെന്ന് സോഫയിൽ നിന്നും എഴുന്നേറ്റു. ഋഷി, മീനാക്ഷി, നിങ്ങളുടെ 2 പേരുടെയും തമാശയും വീഡിയും കാണാനുള്ള ഒരു മൂടിലല്ല ഞാനിപ്പോൾ ഉള്ളത്. മനുഷ്യൻ ഇവിടെ ചെകുത്താന്റെ കടലിൽ നടക്ക് പെട്ടിരിക്കുന്ന അവസ്ഥ എന്താ ചെയ്യേണ്ടത് പോലും ഒരു എത്തും പിടിയില്ലാതെ നടക്കുന്ന എന്റെ ശേഷിച്ച സമാധാനം കൂടെ 2 പേരും കളയരുത് പ്ലീസ്, ഞാൻ അപേക്ഷിക്കുക. ദേഷ്യത്തോട് അത്രയും പറഞ്ഞ് ഒന്നും മിണ്ടാനാവാതെ നിന്ന് പോയ ഋഷിയെ മീനാക്ഷിയും ഒന്ന് നോക്കിയ ശേഷം ശ്രീലക്ഷ്മി ഈർഷയോടെ തന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. തന്നെ സമാധാനിപ്പിക്കാനായി പുറകെ വന്ന മീനാക്ഷിക്കും ഋഷിക്കും മുൻപേ അകത്ത് കയറി മുറിയുടെ കഥക് കൊട്ടിയടച്ചു. അതിനുശേഷം ഋഷിയുമായി കൂടുതൽ സംസാരിക്കാൻ തുനിയാതെ മീനാക്ഷി പെട്ടെന്ന് തന്നെ അവിടെ വിട്ടിരുന്നു. ശ്രീലക്ഷ്മിയുടെ റൂമിന്റെ ഡോർ ലോക്ക് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കിയെങ്കിലും ശ്രീലുവിന്റെ അവളുടെ അവസ്ഥ മനസ്സിലാക്കി ഋഷി അവൾ അല്പം തനിച്ചിരുന്നോട്ടെ എന്ന് കരുതി അന്ന് രാത്രി കിടക്കാൻ പോലും റൂമിലേക്ക് പോയില്ല. അവൻ ഹോളിലെ സോഫയിൽ കിടന്നുകൊണ്ട് ശ്രീലക്ഷ്മിയെ കുറിച്ച് ഓർത്തു. നീ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എത്രയും പെട്ടെന്ന് നിന്റെ വിഷമങ്ങളെല്ലാം മാറ്റി ഞാൻ നിന്റെ ആ പഴയ ഋഷിയാവും ശ്രീലു. ഋഷി സ്വയം മന്ത്രിച്ചു. എന്തായാലും ഇത്ര നേരമായിട്ട് നിനക്ക് എഴുന്നേക്കായില്ലേ? എഴുന്നേക്ക്. ദേവയാനി അമ്മയുടെ ആ ഉറക്കെയുള്ള ശബ്ദം കേട്ടായിരുന്നു ഋഷി രാവിലെ ഉറക്കം ഉണർന്നത്. ശ്രീലക്ഷ്മിയെക്കുറിച്ചുള്ള ആവലാതികൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ട് അവസാനം ഏറെ വൈകി എപ്പോഴാണ് ഉറങ്ങിയത്. അതിനാൽ ഉറക്കം വിട്ടു മാറാതെ ഋഷി മൂരി നിവർന്നുകൊണ്ട് സോഫയിൽ നിന്നും എഴുന്നേറ്റു. ഇന്നലെ രാത്രി ഈ ഫോണിലും തോണ്ടി ഇവിടെ കിടന്നു. റൂമിൽ പോയി ഉറങ്ങാൻ വരെ ബോധമില്ലാതായോ നിനക്ക്? ഋഷിയെ നോക്കി ദേഷ്യത്തോടെ ദേവയാനി അമ്മ ചോദിച്ചത് കേട്ട് അവൻ അവരെ നോക്കിക്കൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റു. അല്ല, ഞാൻ അത് പിന്നെ ഋഷി എന്ത് പറയുമെന്നറിയാതെ തപ്പി കളിക്കുന്നത് കണ്ട് ദേവയാനി അമ്മ അവനെ പറഞ്ഞു. നീ ഇനി ഇല്ലാത്ത കാര്യം കണ്ടുപിടിച്ച് പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് ഫോണിൽ തോണ്ടി അങ്ങ് നടന്നാൽ മതിയല്ലോ. എന്നെ കൊച്ചു പണിക്ക് പോയി നിനക്ക് ഈ റീചാർജ് ചെയ്ത് തരുന്നുണ്ടല്ലോ. ചുണ്ട് കൂട്ടി അവർ പറഞ്ഞു. അങ്ങനെയല്ല അമ്മായി. ഋഷി അവരോട് കാര്യം പറയാനാണെങ്കിലും അവരതിന് ചെവി കൊടുത്തില്ല. ദേവി, ഇത് ഇങ്ങനെ ഈ കള്ളങ്ങൾ കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുന്ന നിർത്തി ശ്രീലക്ഷ്മി നിന്റെ ബൈക്കിലൊന്ന് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. അവന്റെ വാക്കുകളൊന്നും ശ്രദ്ധിക്കാതെ ദേവയാനി അമ്മ പറഞ്ഞത് കേട്ട് ഋഷിയുടെ നെറ്റി ചുളിഞ്ഞു. എന്താണെന്ന് കാര്യം മനസ്സിലാക്കിയിട്ടില്ലാത്ത പോലെയുള്ള ചോദ്യം കേട്ട് ദേവയാനി അമ്മ അവനെ ദേഷ്യത്തോടെ നോക്കി. നിന്റെ കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെ നിന്റെ ബൈക്കിൽ കൃത്യസമയത്ത് അവളുടെ കമ്പനിയിൽ കൊണ്ടുപോയി വിടാൻ ഇവിടെയുള്ള കാർ ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് വേണം. അതുകൊണ്ട് നീ പെട്ടെന്ന് അവളെ ബൈക്കിൽ അങ്ങോട്ടാക്കി കൊടുക്കുക. അതേ ഭാവത്തിൽ തന്നെ അവർ പറഞ്ഞത് കേട്ട് കാര്യം എന്തൊക്കെയോ മനസ്സിലായ പോലെ ഋഷി ദേവയാനി അമ്മയെ നോക്കി. എടാ, എന്തെങ്കിലും നോക്കുന്നേ, പെട്ടെന്ന് ചെല്ല്. ഋഷിയോട് അവർ ആക്രോശിച്ചതും ഋഷി പെട്ടെന്ന് അടഞ്ഞു കിടക്കുന്ന തങ്ങളുടെ മുറിയുടെ വാതിൽ പോയി പയ്യെ മുട്ടി. ഒരു 5 മിനിറ്റ് ഞാൻ റെഡിയാവുന്നേ ഉള്ളൂ. ലേറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ. അതുകൊണ്ട് ഞാൻ അങ്ങ് വരുമ്പോഴേക്കും ഋഷി പെട്ടെന്ന് റെഡി. താൻ ശബ്ദമുയർത്തി ശ്രീലക്ഷ്മിയെ വിളിക്കാനിട്ടും ഋഷിയാണെന്ന് മനസ്സിലാക്കി ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ട് ഋഷിയുടെ ചുണ്ടിൽ സന്തോഷത്താൽ ചെറിയൊരു പുഞ്ചിരി വിടന്നു. അതേ ചിരിയോടെ തന്നെ സമയം കളയാതെ ഋഷി പെട്ടെന്ന് പോയി ഫ്രഷായി ഡ്രസ്സ് മാറി തന്റെ ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് വീടിന് മുമ്പിൽ റെഡിയായി നിന്നു. ഒരുക്കമെല്ലാം കഴിഞ്ഞ് ശ്രീലക്ഷ്മി വന്നതും അവളുടെ ഒഫീഷ്യൽ ഡ്രസ്സിലുള്ള ഭംഗി നോക്കി ഋഷി അല്പനേരം അങ്ങനെ നിന്നുപോയി. ഋഷി പോകാം. അവനടുത്തെത്തി ബൈക്കിന് പിന്നിൽ കയറിക്കൊണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ട് ഋഷി ഒന്ന് തലയാട്ടി ചിരിച്ചു. സുന്ദരിയായിട്ടുണ്ട്.
വണ്ടി സ്റ്റാർട്ടാക്കും മുമ്പേ മിറർ തനിക്ക് ശ്രീലക്ഷ്മിയെ കാണും വിധം തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഋഷി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ചെറിയൊരു നാണം കലർന്ന ചിരിയോടെ അവനെ നോക്കി. അതൊക്കെ പിന്നെ സംസാരിക്കാം ഋഷി. ഇപ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, വണ്ടി എടുക്കുക. ഋഷിയോടെ ശ്രീലക്ഷ്മി പറഞ്ഞതും തലയാട്ടിക്കൊണ്ട് ഋഷി വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. അല്പസമയങ്ങൾക്ക് ശേഷം പോകുന്ന വഴി വണ്ടി സിഗ്നലിൽ പെട്ടപ്പോഴാണ് ശ്രീലക്ഷ്മി ടെൻഷനായി തന്നെ ചുണ്ട് കടിക്കുന്നത് ഋഷി കാണുന്നത്. താൻ ഓക്കെയാണോ? ഒത്തിരിയധികം ടെൻഷൻ വരുമ്പോൾ മാത്രം ശ്രീലക്ഷ്മി ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ അതെന്നോർത്ത് ഋഷി ശ്രീലക്ഷ്മിയെ നോക്കി ചോദിച്ചു. അല്ല ഋഷി, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട്. ആ 4 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഒരു ഇൻവെസ്റ്ററെ ഒരാഴ്ചയ്ക്ക് കിട്ടിയില്ലെങ്കിൽ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും. അതേ ടെൻഷനോടെ തന്നെ ശ്രീലക്ഷ്മി പറഞ്ഞു. താൻ പേടിക്കാതോ, അതൊക്കെ വന്നോളും. കമ്പനി അടച്ചു പൂട്ടേണ്ടി ഒന്നും വരില്ല. ഋഷിയുടെ ആശ്വാസമേക്കുന്ന വാക്കുകൾ കേട്ട് അതൊന്നും നടക്കില്ലെന്ന മട്ടിൽ വേദന കലർന്ന ചിരിയായിരുന്നു ശ്രീലക്ഷ്മിയുടെ മറുപടി. എന്താണോ? ഋഷി സംശയത്തോടെ ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി ഒന്നുമില്ലെന്ന് അവനോട് തലയാടി. അത് വിട്ടേ ഋഷി, തന്റെ മൂഡ് കളയണ്ട. ഗ്രീൻ സിഗ്നലായി, പെട്ടെന്ന് പോ. ഒത്തിരി ലേറ്റ് ആയി ഇപ്പോൾ തന്നെ. തെളിഞ്ഞ ഗ്രീൻ സിഗ്നൽ ലൈറ്റിൽ നോക്കിക്കൊണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞതും ഋഷി പെട്ടെന്ന് വണ്ടി എടുത്തിരുന്നു. എന്റെ ഋഷി, തന്റെ ഒപ്പം വന്ന ഇത്രയും വേഗത്തിൽ എത്തുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാറിൽ പോവാതെ ഡെയിലി തന്റെ കൂടെ വന്നേനല്ലോ. ഋഷിയുടെ ബൈക്ക് ശ്രീലക്ഷ്മിയുമായി ഏറെ വൈകാതെ കമ്പനിയുടെ എൻട്രൻസിലെത്തിയതും അവനെ ചുറ്റിപ്പിടിച്ച തന്റെ കൈകൾ പിൻവലിച്ചുകൊണ്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങും വഴി ശ്രീലക്ഷ്മി പറഞ്ഞു. താൻ ഡെയിലി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ ഡ്രൈവിംഗ് സ്കിൽസ് തന്നെ കാണിച്ചേനല്ലോ. ചിരിയോടെയുള്ള ഋഷിന്റെ മറുപടി കേട്ട് ശ്രീലക്ഷ്മി ചിരിച്ചു പോയിരുന്നു. ആ മുഖം അങ്ങനെ ചിരിച്ചു കണ്ടതും ഋഷി എന്തോ പറയാനായതും പെട്ടെന്നായിരുന്നു അവർക്ക് മുമ്പിലായി പൊടി പാറിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് BMW കാർ വന്നു നിന്നത്. ഹേയ് ലക്ഷ്മി, ഇത് താനായിരുന്നോ? സുന്ദരിയായിട്ടുണ്ടല്ലോ. കാറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയ ശരത് തന്റെ മുഖത്തെ കൂളിംഗ് ഗ്ലാസ് മാറ്റി അത്ഭുതം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി അയാളോടൊന്ന് ചിരിച്ചു. ശരത്, ഗുഡ് മോർണിംഗ്. ശ്രീലക്ഷ്മി അതേ ചിരിയോടെ പറഞ്ഞതും ശരത്ത് പുരികം പൊക്കി അവളെയും ഋഷിയെയും ബൈക്കിലേക്ക് മാറി മാറി നോക്കി. ഗുഡ് മോർണിംഗ്? റിയലി? കാർ ഉണ്ടായിട്ടും ഇന്ന് താൻ ഇത്രയും തുക്കട വണ്ടി അതും എന്റെ മുമ്പിൽ വന്ന് ഇറങ്ങിയിട്ട് ഗുഡ് മോർണിംഗ് എന്നോ? സോ ബാഡ് ലക്ഷ്മി. തനിക്ക് ടാക്സി വിളിച്ചുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ എന്നെ വിളിച്ചുണ്ടായിരുന്നോ? ഞാൻ വന്ന് പിക്ക് ചെയ്യാനുള്ള തന്നെ. ശ്രീലക്ഷ്മി എന്തോ അപരാധം ചെയ്ത പോലെ ശരത്ത് പറഞ്ഞത് കേട്ട് ഋഷിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ദിസ് ഇസ് മൈ ഹസ്ബൻഡ് ശരത്. ആളുടെ ബൈക്കുള്ളപ്പോൾ എനിക്ക് വേറെ വണ്ടിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഋഷിക്ക് ദേഷ്യം വരുന്നത് മനസ്സിലാക്കിയെന്ന പോലെ ശ്രീലക്ഷ്മി ശരത്തിനോടായി പറഞ്ഞു. യാതൊരു താല്പര്യവും ഇല്ലെങ്കിലും ഋഷി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഋഷി, നൈസ് ടു മീറ്റ് യു. ശരത് അവന്റെ കൈ പിടിച്ച് വെറുപ്പോടെ കൈ കൊടുത്തിട്ട് വേഗം തന്നെ വിട്ടു. ഓ വെയിറ്റ്, ഇതാണോ ലക്ഷ്മിയുടെ ഹസ്ബൻഡ്? നമ്മുടെ മീനാക്ഷി എപ്പോഴും പറയുന്ന ആ ഒറ്റ പൈസയ്ക്ക് കൊള്ളാത്ത തന്റെ ഹസ്ബൻഡ് ആണ് ഇത്. ഓ ഗോഡ്, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ല കൂതറ കോലം. ഋഷിയെ നോക്കി കളിയാക്കും പോലെ ശരത്ത് പറഞ്ഞതും ഓഫീസിലേക്ക് വന്നുകൊണ്ടിരുന്ന ചില സ്റ്റാഫിന്റെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. ശരത് പ്ലീസ്, തന്റെ ഈ ബിഹേവിയർ ശരിയല്ല. ശ്രീലക്ഷ്മി ശരത്തിനെ നോക്കി പറഞ്ഞത് കേട്ട് അതുവരെ അരോചക ഭാവത്തിൽ ഋഷിയെ നോക്കിക്കൊണ്ടിരുന്ന ശരത്ത് ആ ഭാവം മാറ്റി പെട്ടെന്ന് ചിരിച്ചു. JK, I'm just kidding ലക്ഷ്മി. ഋഷി ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കില്ല അല്ല ഋഷി? ശരത്ത് ഋഷിയെ നോക്കി ചോദിച്ചു. ഋഷി പുച്ഛത്തോടെ പറഞ്ഞു. അതെ JK, എനിക്കും ജോക്കേഴ്സിന് ഇഷ്ടമാണ്. അത് കേട്ടപ്പോൾ തന്നെ ശരത്തിന്റെ മുഖം ചെറുതായി മാറി. വെയിറ്റ്, തനിക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് ശരത്ത് പറഞ്ഞത് കേട്ട് ഋഷിയുടെ നെറ്റി ചുളിഞ്ഞു. എനിക്കോ? സംശയത്തോടെ ശ്രീലക്ഷ്മി ചോദിച്ചു. അതേടോ, തനിക്ക് തന്നെ. നോക്ക്. തന്റെ പിന്നിൽ ഒളിപ്പിച്ചിരുന്ന ഒരു ബ്ലൂ ജ്വല്ലറി ബോക്സ് എടുത്ത് ലക്ഷ്മിക്ക് നേരെ നീട്ടിക്കൊണ്ട് ശരത്ത് പറഞ്ഞതും ഋഷിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. തുറന്നു നോക്കണോ? അതെന്താണ്? ഋഷിയുടെ ഭാവമാറ്റം കണ്ട് സ്റ്റക്കായ ശ്രീലക്ഷ്മിയെ നോക്കിക്കൊണ്ട് ശരത്ത് പറഞ്ഞതും ശ്രീലക്ഷ്മി വേണോ വേണ്ടോ എന്നോർത്ത് പതിയെ ബോക്സ് തുറന്നു. പക്ഷേ ബോക്സ് തുറന്ന് അതിനകത്തുള്ള തിളങ്ങുന്ന നെക്ലസ് കണ്ടതും ശ്രീലക്ഷ്മി ഒരു നിമിഷം അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി. ഇതെല്ലാം കണ്ടു നിന്ന ഋഷിന്റെ മുഖം വലിഞ്ഞു മുറുകി.